പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജിക്ക് വലിയ വെല്ലുവിളി ഉയർത്തി വിമത വിഭാഗം പാർട്ടി ആസ്ഥാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. നിയമസഭാ പ്രതിപക്ഷ നേതാവ് ഋതപത്ര ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗമാണ് പാർട്ടിയുടെ ആസ്ഥാനത്ത് തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചത്. ഇതോടെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കണ്ടതിന് പിന്നാലെ തങ്ങളുടെ വിഭാഗമാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് ഋതപത്ര ബാനർജി അവകാശപ്പെട്ടു. പാർട്ടി ചിഹ്നവും പേരും ഉപയോഗിക്കാനുള്ള നിയമപരമായ അവകാശം തങ്ങൾക്കാണെന്നാണ് ഇവരുടെ വാദം. ഭൂരിഭാഗം MLA-മാരുടെയും മുൻ കൌൺസിലർമാരുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്നും വിമതർ അവകാശപ്പെടുന്നു. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷനിലെ 47ഓളം മുൻ TMC കൌൺസിലർമാർ പങ്കെടുത്ത യോഗം നടത്തി ഋതപത്ര വിഭാഗം ഇതിനോടകം തന്നെ തങ്ങളുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട്. തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന അവകാശവാദവുമായി പശ്ചിമ ബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഋതപത്ര ബാനർജിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ വിമത പ്രതിനിധി സംഘം ഡൽഹിയിലെത്തി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ ഉൾപ്പെടുന്ന ഫുൾ ബെഞ്ചിനെ കണ്ട് ഔദ്യോഗികമായ അവകാശവാദം ഉന്നയിച്ചു. പാർട്ടിയുടെ ഔദ്യോഗിക പേര്, ഇരട്ടപ്പൂവ് ചിഹ്നം, പാർട്ടി ഫണ്ടുകൾ, ബാങ്ക് അക്കൌണ്ടുകൾ എന്നിവ തങ്ങൾക്ക് അനുവദിക്കണമെന്നാണ് വിമതർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. TMCയുടെ ബാങ്ക് അക്കൌണ്ടുകളിലായുള്ള 440 കോടി രൂപയുടെ ആസ്തി തങ്ങളുടേതാണെന്നും ഈ അക്കൌണ്ടുകൾ ഇതിനകം തന്നെ മരവിപ്പിച്ചിട്ടുണ്ടെന്നും കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ഋതപത്ര ബാനർജി വെളിപ്പെടുത്തി. നേരത്തെ തന്നെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മമതാ ബാനർജിയെ നീക്കിയതായി പ്രഖ്യാപിച്ച വിമതർ മമതയ്ക്ക് പാർട്ടി ഉപദേശകയായി തുടരാമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മമതയുടെ അനന്തരവനും പാർട്ടി ദേശീയ സെക്രട്ടറിയുമായിരുന്ന അഭിഷേക് ബാനർജിയെ സസ്പെൻഡ് ചെയ്യുകയും പകരം ഹൌറ മണ്ഡലത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് അരൂപ് റോയിയെ പാർട്ടിയുടെ പുതിയ അധ്യക്ഷനായി നിയമിക്കുകയും ചെയ്തു. അരൂപ് റോയിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച 30-അംഗ പുതിയ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയുടെ പട്ടികയും അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. ഭൂരിഭാഗം ജനപ്രതിനിധികളും തങ്ങൾക്കൊപ്പമാണെന്നാണ് വിമത വിഭാഗം കമ്മീഷന് മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ആകെയുള്ള 80 MLA-മാരിൽ 65 പേരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നും മമതാ ബാനർജിക്കൊപ്പം ഇപ്പോൾ വെറും 14 MLA-മാർ മാത്രമാണ് ഉള്ളതെന്നും അവർ അവകാശപ്പെടുന്നു. ഇതിനു പുറമെ ലോക്സഭയിലെ 28 തൃണമൂൽ MP-മാരിൽ 20 പേരും മമതയെ കൈവിട്ട് തങ്ങൾക്കൊപ്പം ചേർന്നതായി വിമതർ വ്യക്തമാക്കുന്നു. നിയമസഭയിൽ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് 59 TMC MLA-മാരുടെ പിന്തുണക്കത്ത് ഹാജരാക്കിയതിനെ തുടർന്ന് സ്പീക്കർ ഋതപത്ര ബാനർജിയെ പ്രതിപക്ഷ നേതാവായി നിയോഗിച്ചിരുന്നു. ഇതിനെതിരെ മമതാ ബാനർജി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സ്പീക്കറുടെ തീരുമാനം സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചതും വിമതർക്ക് നിയമപരമായി വലിയ കരുത്തായി മാറി. അതിനാൽ തന്നെ വിമത MLA-മാരുടെ ആവശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കാനാണ് സാധ്യതയെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. അതേസമയം മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗം വിമതരുടെ നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കുകയാണ്. വിമത നേതാക്കൾ പാർട്ടിയുടെ പേരും ചിഹ്നവും ഔദ്യോഗിക പദവികളും അനധികൃതമായി ഉപയോഗിച്ച് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ആരോപിച്ച ഒഫീഷ്യൽ പക്ഷം രംഗത്തു വന്നു. മമത വിഭാഗവും നേതാവും MP-യുമായ ഡോള സെൻ കൊൽക്കത്തയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വിമതർക്കെതിരെ വ്യാജരേഖ ചമയ്ക്കൽ, ആൾമാറാട്ടം, പാർട്ടി ചിഹ്നങ്ങളുടെ ദുരുപയോഗം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി പരാതികൾ നൽകിയിട്ടുണ്ട്. ഇതിനകം തന്നെ മമത വിഭാഗവും തങ്ങളുടെ പുതിയ ഭാരവാഹികളുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട്. ഇരു വിഭാഗങ്ങളും ഭാരവാഹി പട്ടികയും അവകാശവാദങ്ങളും ഉന്നയിച്ച സ്ഥിതിക്ക് ഏത് വിഭാഗത്തിനാണ് സംഘടനയിലും നിയമസഭാ കക്ഷിയിലും യഥാർത്ഥ ഭൂരിപക്ഷം ഉള്ളതെന്ന് കൃത്യമായി പരിശോധിച്ച ശേഷമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നത്തിന്റെയും പാർട്ടി പേരിന്റെയും കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. വരും ദിവസങ്ങളിൽ ഇരുപക്ഷത്തോടും കൂടുതൽ രേഖകളും നിയമപരമായ തെളിവുകളും ഹാജരാക്കാൻ കമ്മീഷൻ ആവശ്യപ്പെടാനാണ് സാധ്യത. തർക്കം നീണ്ടുപോവുകയാണെങ്കിൽ ഔദ്യോഗിക ചിഹ്നം താൽക്കാലികമായി മരവിപ്പിക്കാനും ഇരുഭാഗത്തിനും പുതിയ പേരുകളും ചിഹ്നങ്ങളും അനുവദിക്കാനും കമ്മീഷന് അധികാരമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.